സ്നേഹമുള്ളവരെ, നമുക്കിന്ന് കർത്താവ് തരുന്ന ദൈവിക ചിന്ത 1 കൊറിന്തോസ് 3-ാം അധ്യായം 12 മുതൽ 15 വരെ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിന്മേൽ നാം എങ്ങനെയാണ് പണിയുന്നത്? അതാണ് നമുക്ക് കർത്താവ് തരുന്ന ചിന്താവിഷയം. നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവാത്മാവ് നമുക്ക് അത് വെളിപ്പെടുത്തി തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഈ വചനഭാഗം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പർശിക്കത്തക്ക രീതിയിൽ, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനത്തിൻ്റെ ശക്തി, ആ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഒഴുകട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് ക്രിസ്തു ഇട്ട അടിസ്ഥാനത്തിന്മേൽ നാം ഓരോരുത്തരും എങ്ങനെയാണ് നമ്മുടെ ഈ ലോക ജീവിതത്തെ പണിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണത്. കാരണം 1 കൊറിന്തോസ് 3-ാം അധ്യായം 12 മുതൽ 15 വരെ വാക്യങ്ങൾ. അപ്പോൾ അതിൽ ഈ സഭാപിതാക്കന്മാരും നമ്മുടെ സഭയൊക്കെ പഠിപ്പിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള ഒരു സൂചനയെല്ലാം ആ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി ദൈവാത്മാവ് തരുന്ന ബോധ്യമനുസരിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ്. അപ്പം വചനഭാഗം ഇതാണ്: Now if anyone builds on the foundation with gold, silver, precious stones, wood, hay, straw, the work of each builder will become visible, for the day will disclose it, because it will be revealed with fire, and the fire will test what sort of work each has done. അപ്പം ഞാൻ ഈ ഇംഗ്ലീഷ് വചനം മലയാളത്തിൽ പറയാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഈ ബൈബിളാണ് കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വാക്യം വായിക്കുന്നത് കേട്ടോ. നമ്മളത് മലയാളത്തിൽ തന്നെ അത് വിശദമാക്കും. അപ്പം ഓരോരുത്തരും ഈ ഫൗണ്ടേഷനിൽ എങ്ങനെയാണ് പണിയുന്നത്? നൗ ഇഫ് എനിവൺ ബിൽഡ്സ് ഓൺ ദ ഫൗണ്ടേഷൻ, ഈ ഫൗണ്ടേഷൻ, അതായത് ഫൗണ്ടേഷൻ ക്രിസ്തുവാണ്. ആ ഫൗണ്ടേഷനിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വിലയേറിയ കല്ലുകൾ കൊണ്ടോ തടി കൊണ്ടോ പുല്ലോ വൈക്കോൽ കൊണ്ടാണോ ഓരോരുത്തരും പണിയുന്നത്. ആ പണി പരസ്യമാകും. ഇറ്റ് വിൽ ബിക്കം വിസിബിൾ, ഫോർ ദ ഡേ വിൽ ഡിസ്ക്ലോസ് ഇറ്റ്. കർത്താവിൻ്റെ ദിവസത്തിൽ അത് പരസ്യമാകും. നമ്മുടെ പണി എങ്ങനെയാണ്? നമ്മൾ സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ വിലയേറിയ കല്ലുകൾ കൊണ്ടാണോ അതോ മരം കൊണ്ട് തടി കൊണ്ടാണോ പുല്ലോ വൈക്കോലോ കൊണ്ടാണോ? എന്തുകൊണ്ടെന്നാൽ അത് അഗ്നി കൊണ്ട് വെളിവാക്കപ്പെടും. ഇറ്റ് വിൽ ബി റിവീൽഡ് വിത്ത് ഫയർ. ആ പണിയെ പരിശോധിക്കുന്നത് അഗ്നിയാണ്. ആൻഡ് ദ ഫയർ വിൽ ടെസ്റ്റ് വാട്ട് സോർട്ട് ഓഫ് വർക്ക് ഈച്ച് ഹാസ് ഡൺ. അപ്പം അഗ്നി നമ്മളെ പരിശോധിക്കും. അഗ്നി വഴി ഓരോരുത്തരും ചെയ്ത വർക്ക്. അപ്പം 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഇഫ് വാട്ട് ഹാസ് ബീൻ ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ സർവൈവ്സ്, ദ ബിൽഡർ വിൽ റിസീവ് എ റിവാർഡ്. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷൻ ക്രിസ്തുവാണ്. അതിൽ നമ്മൾ പണിത പണി, ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ നമ്മൾ പണിത പണി നിലനിന്നാൽ നമുക്ക് സമ്മാനം കിട്ടും, സമ്മാനിതരാകും.
നമുക്കറിയാം അത് നിത്യജീവനാണ്, ഇറ്റേണൽ ലൈഫ്. ഇഫ് ദ വർക്ക് ഈസ് ബേൺഡ് അപ്പ്, ബിൽഡർ വിൽ സഫർ എ ലോസ്. പണി കത്തി നശിച്ചാൽ ഈ പണിയുന്നവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എന്നിട്ട് ആ വാക്യം തുടരുകയാണ്, ദ ബിൽഡർ വിൽ ബി സേവ്ഡ് ബട്ട് ഓൺലി ആസ് ത്രൂ ഫയർ. എന്നാൽ പണിയുന്നവൻ രക്ഷ പ്രാപിക്കും, പക്ഷേ അഗ്നിയിലൂടെ എന്നവണ്ണം, അഗ്നിയിലൂടെ രക്ഷ പ്രാപിക്കും. അപ്പം നമ്മൾ ആ വചനഭാഗം മനസ്സിലാക്കുമ്പം നമുക്കന്നേരം പെട്ടെന്ന് തോന്നും, നമ്മളിപ്പം നമ്മുടെ പണി അങ്ങ് നശിച്ചു പോയാലും നമ്മൾ അഗ്നിയിലൂടെ, കർത്താവിൻ്റെ ആ അഗ്നിയിലൂടെ, എന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ അഗ്നിശുദ്ധിയിലൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം ഒരു ശുദ്ധീകരണം നടത്തി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നമ്മൾ വചനം ആഴത്തിൽ അത് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആ ഫൗണ്ടേഷനിന്മേൽ പണിയും. അതായത് ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷനിൽ നമ്മൾ പണിയുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നില്ല. വചനത്തിൽ നിന്ന് കാര്യമായ വ്യതിചലനം നമുക്കുണ്ടാകുന്നില്ല. നമ്മൾ ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷനിൽ, അടിസ്ഥാനത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ പണിക്ക് വീഴ്ച വരുന്നു, നമ്മുടെ പണിയിലെ കുറവുകൾ വരുന്നു, പോരായ്മകൾ വരുന്നു. എന്നാൽ നമ്മുടെ അടിസ്ഥാനം കിടക്കുന്നത് ക്രിസ്തുവിലാണ്. നമ്മൾ അടിസ്ഥാനത്തിൽ നിന്ന് മാറും. നമ്മുടെ ലോകമോഹം കൊണ്ടോ നമ്മുടെ ചെറിയ ചെറിയ ബലഹീനതകൾ കൊണ്ടോ നമുക്ക് ഈ പണി നടത്തുന്നതിൽ വീഴ്ച വരുന്നുണ്ടെങ്കിലും നമ്മൾ പണിയുന്നത് ക്രിസ്തുവിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ പണിയുന്നതെങ്കിൽ നമുക്ക് അഗ്നിയിലൂടെ എന്നവണ്ണം നമുക്ക് പരിശോധിക്കുമ്പോൾ അത് കത്തിപ്പോയാലും അഗ്നിയിലൂടെ എന്നവണ്ണം കർത്താവ് നമ്മെ രക്ഷിക്കും. അതാ വചനഭാഗം. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ പൗലോസ് ഭാഗം പഠിപ്പിക്കുന്നത് ഈ സഭയിലുള്ള ഡിവിഷൻ, വിഭജനത്തെപ്പറ്റി 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ചിലർ പറയുന്നു ഞാൻ അപ്പോളോസിൻ്റേതാണ്, ചിലർ പറയും ഞാൻ പൗലോസിൻ്റേതാണ്, ചിലർ പറയും ഞാൻ കേപ്പായുടേതാണ്, അതായത് പത്രോസിൻ്റേതാണ്. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നത് 1 കൊരിന്ത്യസ് 11 മുതൽ ഉള്ള വചനങ്ങളിൽ ആ ഭാഗമുണ്ട്. 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 11 മുതൽ 12, 13 ഒക്കെ വചനങ്ങളുണ്ട്. എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുകയാണോ? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അപ്പോൾ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. പൗലോസ് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ക്രിസ്തുവിനാടുന്ന അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. പിന്നെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം 5 മുതലുള്ള വചനങ്ങളുടെ പൗലോസ് പറയുകയാണ്, അപ്പോളോസ് ആരാണ്, പൗലോസ് ആരാണ്? അവരൊക്കെ ദൈവത്തിൻ്റെ സെർവൻസാണ്, വേലക്കാരാണ്. ഓരോരുത്തർക്കും ദൈവം ഓരോ ജോലി നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കൃപ കൊടുത്ത്, അഭിഷേകം കൊടുത്ത് ജോലി നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്നു. ഐ പ്ലാന്റഡ്, അപ്പോളോസ് വാട്ടേഡ്, ബട്ട് ഗോഡ് ഗേവ് ദ ഗ്രോത്ത്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് neither the one who plants or nor the one who waters is anything, but only God who gives growth. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല പ്രാധാന്യം, അവരൊന്നുമല്ല, വളർത്തുന്നവനാണ് ദൈവം. അതായത് നമ്മളൊരു ചെടിയെ നടുന്നു, നമ്മളത് നനച്ചു കൊടുക്കുന്നു. എത്ര നനച്ചു കൊടുത്താലും എന്ത് വളമിട്ടാലും ഇത് ചിലപ്പം കേടായി നശിച്ചു പോകും, ഉണങ്ങിപ്പോവും. അപ്പം വളർത്തുന്നവനാരാണ്? ദൈവത്തിൻ്റെ പരിപാലനം, ദൈവമാണ് വളർത്തുന്നത്, അവനാണ് പ്രാധാന്യം. മറ്റുള്ളവരൊക്കെ വേലക്കാരാണ്. അപ്പം നമ്മളതിന് ദൈവത്തിൻ്റെ ജോലിയിൽ കൂട്ടുചേരുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരു വിദഗ്ധ ശില്പിയെ പോലെ, 1 കൊരിന്ത്യസ് 3-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ, വിദഗ്ധ ശില്പിയെ പോലെ ഒരു അടിസ്ഥാനമിട്ടു, അതിൽ മറ്റ് ശുശ്രൂഷകർ പണിയുന്നു, അപ്പോളോസ് പോലെയുള്ള ശുശ്രൂഷകർ. അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് ഗിവൺ മീ, ലൈക്ക് എ സ്കിൽഡ് മാസ്റ്റർ ബിൽഡർ ഐ ലെയ്ഡ് എ ഫൗണ്ടേഷൻ ആൻഡ് someone else is building on it. Each builder must choose with care how to build on it.
അപ്പോൾ ഓരോ ബിൽഡറും, ഈ തുടർപ്പണി നടത്തുന്ന ഓരോ ബിൽഡറും ചിന്തിക്കണം, പണിയുന്നവൻ ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ്, എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇത് പണിയുന്നത്. എന്നിട്ട് പൗലോസ് 11-ാം വചനത്തിൽ പറയുകയാണ്, 3-ാം അധ്യായം 11, 1 കൊരിന്തോസ് 3:11, ക്രിസ്തു അല്ലാതെ വേറൊരു ഫൗണ്ടേഷൻ ഇടാൻ ആർക്കും സാധിക്കില്ല. നോ വൺ ക്യാൻ ലേ എനി ഫൗണ്ടേഷൻ അതർ ദാൻ ദ വൺ ദാറ്റ് ഹാസ് ബീൻ ലേഡ്. ദ ഫൗണ്ടേഷൻ ഇസ് ജീസസ് ക്രൈസ്റ്റ്. അത് ക്രിസ്തുവാണ് മൂലക്കല്ല്. അപ്പോൾ അതിന്മേലാണ് പണിയേണ്ടത്. എന്നിട്ടാണ് ഈ 12 മുതലുള്ള വചനങ്ങൾ വരുന്നത്. അതായത് ആരെങ്കിലും സ്വർണമോ വെള്ളിയോ വിലയേറിയ കല്ലുകളോ തടിയോ പുല്ലോ വൈക്കോലോ 6 കൂട്ടം ഐറ്റംസാണ് പൗലോസോടെ പണിയുന്നത്, പൗലോസോടെ പറയുന്നത്. അതുകൊണ്ടുള്ള പണി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. എന്താണ് ഗോൾഡ്, എന്താണ് സിൽവർ? അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, ഫോർ ഗോൾഡ് ഈസ് ടെസ്റ്റഡ് ഇൻ ഫയർ ആൻഡ് ദോസ് ഫൗണ്ട് അക്സെപ്റ്റബിൾ ഇൻ ദ ഫർണസ് ഓഫ് ഹ്യൂമിലിയേഷൻ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായവർ ഹ്യൂമിലിയേഷൻ്റെ ഫർണസിൽ, എന്ന് വെച്ചാൽ കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വർണം കൊണ്ടുള്ള പണി എന്ന് പറയുന്നത് കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരുവൻ്റെ ജീവിതം. അവൻ പണിയുന്ന എന്തുകൊണ്ടാണ്? അവൻ സ്വർണത്തെ പോലെ ശുദ്ധി ചെയ്തെടുക്കപ്പെടുക. കഷ്ടതയുടെ ചൂളയിൽ അവനെ ഉരുക്കി അവനെ ശുദ്ധീകരിക്കുക. അപ്പോൾ ആ പണിയാണ് സ്വർണം കൊണ്ടുള്ള പണി. ഇനി നമ്മൾ യെശയ്യാ 48, 10 മുതൽ 11 വരെ വചനങ്ങൾ. See, I have refined you, but not like silver. I have tested you in the furnace of adversity. For my own sake, I do it. അപ്പോൾ അതിനകത്ത് പറയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല. I have tested you in the furnace of adversity. സഹനങ്ങളുടെ ക്ലേശങ്ങളുടെ ചൂളയിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. അപ്പം വെള്ളി നോട്ട് ലൈക്ക് സിൽവർ പോലെയല്ല, എന്നാൽ അതുപോലെ ശുദ്ധി ചെയ്തു. അപ്പം അതും എന്താണ്? കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഒരുവൻ്റെ ജീവിതത്തെ ശുദ്ധി ചെയ്ത് കർത്താവ് സ്വന്തമാക്കുന്നു. അപ്പോൾ അത് വെള്ളി കൊണ്ടുള്ള പണി, സ്വർണം, വെള്ളി. എന്നിട്ട് യെശയ്യാ 48, 10 മുതൽ 11 വരെ വചനങ്ങളാണ്. അതിനകത്ത് തുടർന്ന് പറയുകയാണ്, ഈ വെള്ളി പോലെയല്ല എന്നാൽ നിന്നെ ശുദ്ധി ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗത്ത് പറയാണ്, ഫോർ മൈ ഓൺ സേക്ക് ഐ ഡു ഇറ്റ്. എനിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം കഷ്ടതയിൽ കൂടെ ഒരുവൻ പോകാൻ അനുവദിക്കുന്നത് എന്തിനാണ്? കർത്താവിന് വേണ്ടി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അതിന് തൊട്ട് താഴത്തെ വചനം, ഫോർ വൈ ഷുഡ് മൈ നെയിം ബി പ്രൊഫൈൻഡ്. എൻ്റെ നാമം എന്തിന് അശുദ്ധമാക്കപ്പെടണം? മൈ ഗ്ലോറി ഐ വിൽ നോട്ട് ഗീവ് ടു അനദർ. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. അതായത് എൻ്റെ നാമം എന്തിന് അശുദ്ധമാക്കപ്പെടണം? അതായത് എൻ്റെ നാമം അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ പേറുന്ന നമ്മൾ ഓരോരുത്തരും ഈ കഷ്ടതയുടെ ചൂളയിലൂടെ ശുദ്ധി വരുത്തപ്പെടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ദൈവനാമം അശുദ്ധമാക്കപ്പെടും. എൻ്റെ നാമം എന്തിന് അശുദ്ധമാകണം എന്ന് വെച്ചാൽ, മനുഷ്യരിലുള്ള എൻ്റെ അംശം, എൻ്റെ ആത്മാവ്, എൻ്റെ നാമം, അവരെ ഞാൻ ശുദ്ധി ചെയ്ത് എൻ്റെ മഹത്വത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനാണ്. അപ്പോൾ ആ മഹത്വത്തിലേക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ശുദ്ധി ചെയ്ത് നടക്കണം. അപ്പോൾ എൻ്റെ നാമം അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ നാമം വിശുദ്ധമായിരിക്കണം.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. ഈ ലോകത്തിൽ ജീവിക്കുമ്പം ഈ ലോകത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ആ ഒരുവൻ പോകുന്നെങ്കിൽ അവന് ഒരിക്കലും പരിപൂർണ്ണമാകാൻ പറ്റത്തില്ല. അപ്പം കർത്താവ് അവനെ ശുദ്ധി ചെയ്യുക, സ്വർണം പോലെ വെള്ളി പോലെ അത് ഉരുക്കിയെടുക്കുന്ന പോലെ, ശുദ്ധി ചെയ്തെടുക്കുന്ന പോലെ അവനെ ശുദ്ധി ചെയ്യുകയാണ്. എന്തിനാണ്? കർത്താവിൻ്റെ നാമം അശുദ്ധമാക്കപ്പെടാതിരിക്കാൻ. അതുകൊണ്ടാണ് ഈ പിന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, വിജാതിയരുടെ ഇടയിൽ എൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു. വിജാതിയരിൽ എന്താണ്? വിശ്വാസികളായ നമ്മൾ വിജാതിയരുടെ ഇടയിൽ നമ്മുടെ പ്രവർത്തനം വഴി നമ്മളെ തന്നെ അശുദ്ധിക്ക് അടിപ്പെടുത്തി നമ്മുടെ സ്വന്തം പ്രേരണകൾക്കും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും കീഴ്വഴങ്ങി ജീവിച്ച് നമ്മളെയാണോ അശുദ്ധമാക്കുന്നത്? അല്ല. അവിടെ പറഞ്ഞെന്താണ്? വിജാതിയരുടെ ഇടയിൽ നിങ്ങൾ എൻ്റെ നാമം അശുദ്ധമാക്കുന്നു. അപ്പോൾ എൻ്റെ നാമം എവിടെയാണ് ഉള്ളത്? യേശുവിൻ്റെ നാമം അല്ലെ പിതാവിൻ്റെ നാമം എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഉള്ളിൽ. ആ നാമം നമ്മൾ നമ്മുടെ ജീവിതം വഴി അശുദ്ധമാക്കുകയാണ്. അങ്ങനെ അശുദ്ധമാക്കാതിരിക്കാൻ കർത്താവ് എന്തു ചെയ്യും? ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും സഹനങ്ങളുടെ ചൂളയിലൂടെ ശുദ്ധി ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഗ്ലോറി ഞാൻ ആർക്കും കൊടുക്കുകയില്ല. എൻ്റെ ഗ്ലോറി ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? മൈ ഗ്ലോറി ഐ വിൽ ഗീവ് ഇറ്റ് ടു ദോസ് ഹു സഫേഴ്സ്. അപ്പം പീഡകളിലൂടെ കഷ്ടതകളിലൂടെ പോയി ശുദ്ധി ചെയ്യപ്പെടുന്നവനാണ് എൻ്റെ ഗ്ലോറി ഞാൻ കൊടുക്കുന്നത്, എൻ്റെ മഹത്വം ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കർത്താവ് ശുദ്ധി ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അശുദ്ധരായി പോകും. ലോകത്തിൻ്റെ അധികാരിക്കും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും കീഴ്വഴങ്ങി ജീവിക്കുമ്പോൾ നമ്മൾ അശുദ്ധരായിട്ട് മാറും. നമ്മൾ സ്വർഗത്തിന് യോഗ്യരാകുകയില്ല. പിന്നെ മൂന്നാമത്തെ വരുന്ന വിലയേറിയ കല്ലുകളാണ് പ്രഷ്യസ് സ്റ്റോൺസ്. നമുക്കറിയാം, വിലയേറിയ കല്ലുകൾ, രത്നക്കല്ലുകളൊക്കെ കൊത്തി അത് മിനുക്കി എടുക്കുമ്പോൾ അതിന് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ആ കല്ലിന് ജീവനുണ്ടെങ്കിൽ അതിനെ കൊത്തുമ്പോൾ അതിന് ഒത്തിരി വേദനിക്കും. കല്ലിന് ജീവനുള്ളതാണെങ്കിൽ. നമുക്കറിയാം, കല്ല് നിർജ്ജീവമായിട്ടിരിക്കുന്നതുകൊണ്ട് കല്ല് പിന്നെ ആ വേദന ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്തുമാത്രം സഹനം ആ പ്രഷ്യസ് സ്റ്റോൺ, ആ വിലയേറിയ രത്നക്കല്ലിനുണ്ട്. അത് ഒരു നിമിഷം കുഴിച്ചെടുക്കുന്നതല്ല, അത് കുഴിച്ചെടുത്ത് അതിനെ ചെത്തി മിനുക്കി വിലയേറിയ കല്ലായിട്ട്, തിളങ്ങുന്ന കല്ലായിട്ട് മാറ്റുക. അപ്പം ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ കർത്താവ് നിരവധി സാഹചര്യങ്ങളിലൂടെ ചെത്തിമിനുക്കി, കുടുംബങ്ങളിലും അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും സമൂഹത്തിലുമൊക്കെ വെച്ച് നിരവധി കാര്യങ്ങളിലൂടെ ചെത്തിമിനുക്കി അവൻ്റെ ജീവിതത്തെ നവീകരിച്ച് ശുദ്ധി ചെയ്യുക. അപ്പം അതാണ് ഈ പ്രഷ്യസ് സ്റ്റോൺസ്, വിലയേറിയ കല്ലുകൾ കൊണ്ട് പണിയെന്ന് പറയുന്നത്. അപ്പം 3 എണ്ണമായി: സ്വർണം, വെള്ളി, പ്രഷ്യസ് സ്റ്റോൺസ്. അപ്പോൾ നമ്മളതിൻ്റെ വചനത്തിൻ്റെ അടിത്തറ കണ്ടു, അതിനാധാരമായ വചന അടിത്തറ. ഇനി വരുന്നത് തടി കൊണ്ടുള്ള പണിയാണ്. അപ്പം നമുക്കറിയാം, തടി കൊണ്ട് പണിതാൽ ആ തടിയുടെ പണി, തടി സ്വാഭാവികമായിട്ടും തടി വെട്ടിയെടുക്കാം നമുക്ക്. അപ്പം തടിയിട്ട് അതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ആ തടി മുറിച്ചെടുത്ത് പീസാക്കിയാൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് പണിയാം. അപ്പോൾ ആ തടി കൊണ്ട് പണിയുമ്പോൾ എന്നാണ്, അതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം തടി മുറിച്ചെടുത്താൽ മാത്രം മതി. തടി മുറിച്ചെടുത്താൽ നമുക്ക് എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ വീടിനാവശ്യമായ മറ്റ് വീട്ടു സാമഗ്രികൾ ഉണ്ടാക്കാനോ, വീടിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ഉണ്ടാക്കാനോ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ തടി മുറിച്ചെടുത്താൽ മതി. അതിന് പിന്നിൽ വലിയ അധ്വാനമില്ല. അപ്പോൾ ഈ തടി കൊണ്ട് പണിയുമ്പോൾ എന്ത് ചെയ്യും? തടി കൊണ്ട് പണിയുമ്പം നമ്മളിലൊരു ശുദ്ധീകരണം അധികം നടക്കുന്നില്ല. വളരെ ചെറിയ ശുദ്ധീകരണമുള്ളൂ. തടി മുറിച്ചെടുക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് മുറിച്ച് പീസാക്കാനുള്ള കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു കഷ്ടതയിലൂടെയുള്ളൊരു പോക്കില്ല. അപ്പം തടി കൊണ്ട് പണിയുന്നവൻ്റെ ജീവിതം അതവിടെ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തതും കൂടെ വരണേ. അതായത് പുല്ലോ വൈക്കോലോ. പുല്ല് നമുക്ക് ചെത്തിയെടുക്കാം, വൈക്കോല് നമുക്ക് നെല്ലിൻ്റെ ഇത് കിട്ടുമ്പം അതെടുത്ത് ചെത്തിയെടുക്കാം. അപ്പം ഇതിന് കാര്യമായ ഒരു ബുദ്ധിമുട്ടില്ല. സഹനമില്ലാത്ത ജീവിതങ്ങളാണ് ഈ തടി, പുല്ല്, വൈക്കോല്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഹനമില്ലാതെ പണിയുന്ന ജീവിതങ്ങൾ. വിശ്വാസമുണ്ട്, എന്നാൽ ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്?
ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണ് ഈ പരീക്ഷണങ്ങൾ കർത്താവ് അനുവദിക്കുന്നത്. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് സാത്താൻ പണി തുടങ്ങും. അപ്പോൾ നമുക്ക് പ്രതികൂലം ഉണ്ടാകും. കർത്താവ് അത് അനുവദിക്കും. അതിലൂടെ ഒരു ശുദ്ധീകരണം കർത്താവ് അനുവദിക്കും. അതേസമയം നമ്മൾ ക്രിസ്തു വിശ്വാസം മാത്രം കൊണ്ട് പോയാൽ, നമ്മളതിൽ ആഴപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാനമേലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ പണി എന്നാണ്? തടി, പുല്ല്, വൈക്കോല് കൊണ്ടുള്ള പണിയാണ്. അപ്പം പുല്ല് മേഞ്ഞൊരു വീട്, അല്ല വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയൊരു കച്ചിത്തുറു, അല്ലെങ്കിൽ തടി മാത്രം ഉപയോഗിച്ച് പണിത ഒരു നിർമ്മിതി, ഒരു അഗ്നി വരുമ്പം എന്തു പറ്റും? അത് പെട്ടെന്ന് കത്തിപ്പോകും. എന്നാൽ സ്വർണമോ വെള്ളിയോ രത്നമോ കൊണ്ടാണെങ്കിൽ അഗ്നി വന്നാലും എന്തില്ല, അത് കത്തത്തില്ല. കാരണം ഓൾറെഡി അത് അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞു. അപ്പം നമ്മുടെ പണി എങ്ങനെയാകണം? സ്വർണം, വെള്ളി, വിലയേറിയ രത്നക്കല്ലുകൾ, ഈ മൂന്നിന് പിന്നിലും കഷ്ടതയുടെ സഹനത്തിൻ്റെ തീച്ചുള്ളിൽ കടന്നു പോകുന്ന അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെ ക്രിസ്തുവിലുള്ള അടിത്തറയിന്മേൽ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മളുടെ സ്വന്തം അധ്വാനമല്ല, ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെയും സഹനങ്ങളെയും നമ്മൾ സമർപ്പിച്ച് ആ ബോധ്യത്തോടു കൂടി ജീവിതത്തെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ പണി എന്താണ്? അത് കർത്താവിൻ്റെ ദിവസത്തിൽ വെളിവാകും. സ്വർണം, വെള്ളി, രത്നക്കല്ലുകൾ കൊണ്ടുള്ള പണിയായതിനാൽ ആ പണിക്ക് എന്തുണ്ട്? അഗ്നി കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കത്തിപ്പോകത്തില്ല. കാരണം ജീവിതത്തിൽ തന്നെ അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? യു വിൽ ഗെറ്റ് എ റിവാർഡ്. നമ്മൾ സമ്മാനിതരാകും. നമ്മൾ കർത്താവ് പരിശോധിക്കുന്ന ദിവസത്തിൽ, വിധി ദിവസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മരണ ദിവസത്തിൽ നമ്മൾ സമ്മാനിതരാകും. ഇനി അതല്ല, നമ്മൾ തടിയോ പുല്ലോ വൈക്കോലോ കൊണ്ട് പണിതു, ക്രിസ്തുവിലാണ് പണിയാൻ ശ്രമിച്ചത്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളില്ല. സഹനങ്ങളില്ലാത്തത് നമ്മൾ സഹനങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതല്ല. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സഹനം വരും. നമുക്ക് തിന്മയുടെ പ്രലോഭനങ്ങൾ വരും. ലോകത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ കാണും, ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അങ്ങനെയാണ് വചനത്തിൽ, പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കും. തിമോഥെയോസ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ക്രിസ്തുവിനോടുകൂടി യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അപ്പം കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ എപ്പം തുടങ്ങുന്നു, അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും. അപ്പം നമ്മുടെ പണി എന്തായും? സ്വർണവും വെള്ളിയും രത്നക്കല്ലുകൾ കൊണ്ടുള്ള പണിയായിട്ട് മാറാൻ തുടങ്ങും. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 2 വരെ വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ക്രിസ്തു ശരീരത്തിൽ പീഡകൾ സഹിച്ചു. അതുകൊണ്ട് അതേ ഉദ്ദേശത്തോടുകൂടി നിങ്ങളും അതേ ആയുധങ്ങൾ ധരിക്കുവിൻ. ആം യുവർ സെൽസ് ഓൾസോ വിത്ത് ദ സെയിം ഇൻറ്റൻഷൻ. അപ്പം ഈ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തു അതിനെ തന്നെ അനുവദിച്ചു, കുരിശിൽ ഒത്തിരി സഹിച്ചു. അപ്പോൾ ആ മനോഭാവം നിങ്ങൾക്ക്, ആം യുവർ സെൽസ് വിത്ത് ദ സെയിം ഇൻറ്റൻഷൻ, അതായത് നിങ്ങൾക്ക് ആ മനോഭാവം, ക്രിസ്തുവിൻ്റെ ആ മനോഭാവം ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ സഹിച്ചുള്ളവൻ അപ്പം ശുദ്ധീകരണം എന്താണ്? പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതിയാണ്. അത് ശരീരത്തിൽ സഹനത്തിലൂടെ കടന്നു പോകുന്നവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ഇനിയുള്ള ഭൗമിക ജീവിതം നമ്മൾ ദൈവഹിതപ്രകാരം, അതായത് മാനുഷികവികാരങ്ങൾക്കൊത്തല്ല, മാനുഷികവികാരങ്ങൾക്ക് അടിപ്പെടാതെ ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മനോഭാവം, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മുടെ ഇനിയുള്ള ജീവിതം, അപ്പം ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം ആ മനോഭാവത്തോടു കൂടി ജീവിക്കണം. അപ്പം നമ്മൾ ആ വചനഭാഗം കാണുകയാണ്. അപ്പോൾ വചനഭാഗത്തിൻ്റെ ബോധ്യം, നമ്മുടെ ജീവിതത്തിൽ സ്വർണം, വെള്ളി, വിലയേറിയ രത്നക്കല്ലുകൾ പോലെ അത് ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ
ചെത്തി മിനുക്കപ്പെടുന്നത് പോലെ, സ്വർണവും വെള്ളിയും ഉരുക്കി ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ, കല്ലുകൾ ചെത്തി മിനുക്കി തിളക്കമാർന്നാക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് പരിപൂർണമായി സമർപ്പിച്ച് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിലൂടെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തെ ജീവിതത്തിൽ തന്നെ ആ അഗ്നിശുദ്ധി വരുത്തി പിന്നെ നമുക്ക് ശുദ്ധീകരണ സ്ഥലമില്ല, പിന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അതേസമയം ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ തന്നെ നമ്മൾ വളരെ ലാഘവത്തോടെ പണിയുമ്പോൾ, പുല്ലോ വൈക്കോലോ തടി കൊണ്ട് എന്ന് വെച്ചാൽ സഹനങ്ങളൊന്നുമില്ലാത്ത കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം അവിടത്തോട് ചോദിച്ച് ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രം ചോദിച്ച് വാങ്ങി ജീവിക്കുന്ന ജീവിതം. അവന് ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്, പക്ഷേ എന്തുവരും, അവൻ അഗ്നിശുദ്ധി ചെയ്യപ്പെട്ടിട്ടില്ല. അവൻ്റെ ചിന്തകളെല്ലാം ലോകത്തിൽ ഉടക്കി കിടക്കുക. അപ്പം അങ്ങനെയുള്ളവൻ എന്തു ചെയ്യും? അഗ്നിയിലൂടെ എന്നവണ്ണം ശുദ്ധീകരിക്കണം. അവൻ്റെ മരണശേഷം ദീർഘനാൾ അവൻ എന്തു ചെയ്യും? ശുദ്ധീകരണത്തിലൂടെ, അഗ്നിയിലൂടെ, ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിലൂടെ എന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ തീവ്രമായൊരു ഒറ്റപ്പെടൽ, ദൈവത്തിൽ നിന്ന് ദൈവാനുഭവം കാര്യമായി കിട്ടാത്ത അവസ്ഥ, ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പല വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നുപോയി അവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടാതെ ഈ ജീവിതത്തിൽ തന്നെ അഗ്നിശുദ്ധി വരുത്തി നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടാൽ നമുക്ക് നേരെ തന്നെ സ്വർഗത്തിലേക്ക് പോകാം. സക്കറിയ പ്രവചനം 13-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ കാണാണ്. ആൻഡ് ഐ വിൽ പുട്ട് ദിസ് 1/3 ഇൻറ്റു ഫയർ. ഈ 1/3 ഞാൻ അഗ്നിശുദ്ധി വരുത്തും. റിഫൈൻ ദം ആസ് 1 റിഫൈൻ സിൽവർ ആൻഡ് ടെസ്റ്റ് ദം ആസ് ഗോൾഡ് ഈസ് ടെസ്റ്റഡ്. കണ്ടോ? അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കാണ്, വെള്ളിയെ ശുദ്ധീകരിക്കുന്ന പോലെ, സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ ഞാൻ ഈ 1/3 ശുദ്ധി ചെയ്യും. ദേ വിൽ കോൾ ഓൺ മൈ നെയിം ആൻഡ് ഐ വിൽ ആൻസർ ദം. അവരെന്നെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരം അരുളും. ഐ വിൽ സേ ദേ ആർ മൈ പീപ്പിൾ ആൻഡ് ദേ വിൽ സേ ദ ലോർഡ് ഈസ് അവർ ഗോഡ്. ഞാൻ അവരെൻ്റെ ജനമാണെന്ന് പറയും, അവർ പറയും കർത്താവാണ് ഞങ്ങളുടെ ദൈവമെന്ന്. അപ്പം ഈ ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് സങ്കീർത്തനം 66:10 മറ്റൊരു വചനമുണ്ട്. ഫോർ യു ഓ ഗോഡ് ഹാവ് ടെസ്റ്റഡ് അസ്, യു ഹാവ് ട്രൈഡ് അസ് ആസ് സിൽവർ ഈസ് ട്രൈഡ്. കർത്താവേ, നീ ഞങ്ങളെ പരിശോധിച്ചു, വെള്ളി ശുദ്ധി ചെയ്യുന്ന പോലെ ഞങ്ങളെ ശുദ്ധി ചെയ്തു. വെളിപാട് 3:18 വീണ്ടും പറയുകയാണ്, ദെർഫോർ ഐ കൗൺസൽ യു ടു ബൈ ഫ്രം മീ ഗോൾഡ് റിഫൈൻഡ് ബൈ ഫയർ സോ ദാറ്റ് യു മേ ബി റിച്ച്. അപ്പം എന്നിൽ നിന്ന് എന്ത് വാങ്ങണം? അഗ്നിശുദ്ധി ചെയ്ത സ്വർണം വാങ്ങണം. അങ്ങനെയായാൽ നീ ധനികനായിട്ട് മാറും. അപ്പോൾ വെളിപാടിലെ 7 സഭയ്ക്കുള്ള ആ സന്ദേശത്തിൽ ഒരു സഭയോട് പറയുന്നതാണ്, നീ എന്നിൽ നിന്ന് അഗ്നിശുദ്ധി ചെയ്ത സ്വർണം വാങ്ങണം. അഗ്നിശുദ്ധി ചെയ്ത സ്വർണം എന്താണ്? കർത്താവിനോട് ചേർന്ന് നിന്ന്, അവിടുത്തെ പീഡകളോട് ചേർന്ന് നിന്ന് നമ്മളുടെ സഹനങ്ങൾ നമ്മൾ കർത്താവിന് കാഴ്ചവെച്ച് അത് സ്വർണം പോലെ ശുദ്ധി ചെയ്യപ്പെടുന്ന ജീവിതം, അത് എന്നിൽ നിന്ന് വാങ്ങണം. അപ്പം നീ ധനികനാകും. ആ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകും. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകുമ്പം നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, ഈശോയെ, ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ഹ്യൂമിലിയേഷൻസ്, നിന്ദനങ്ങൾ, അപമാനങ്ങൾ, അതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങളെ ശുദ്ധി ചെയ്യുന്ന കർത്താവ് ഞങ്ങളെ ശുദ്ധി ചെയ്യാൻ ഞങ്ങൾക്ക് തരുന്ന അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹപൂർവ്വം താല്പര്യപൂർവ്വം അവയെ സ്വീകരിക്കുവാനും ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പൂർണ്ണമായിട്ടും അഗ്നിശുദ്ധി ചെയ്ത് കർത്താവെ അവിടത്തേക്ക് സ്വീകാര്യരായ മനുഷ്യരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.